ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. പ്രവർത്തനം 1, കുഞ്ഞുറുമ്പിൻ്റെ യാത്ര. തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം. കുഞ്ഞുറുമ്പിന് മോഹം. പച്ചിലക്കൂട്ടിൽ നിന്നും അവൾ പുറത്തിറങ്ങി. ഇളം കാറ്റ് വീശി, ഇലത്തുമ്പുകൾ ഇളകിയാടി. കാട്ടുപൂക്കളുടെ സുഗന്ധം. ഹായ്, പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി, ഒന്ന് തൊട്ടാലോ. കുഞ്ഞുറുമ്പ് പതിയെ മുന്നോട്ട് നീങ്ങി. തൊട്ടോ തൊട്ടില്ല. അവൾ കാലുതെറ്റി പുഴയിൽ വീണു. കുഞ്ഞുറുമ്പിന് പേടിയായി. അതാ ഒരു ഇല ഒഴുകി വരുന്നു. കുഞ്ഞുറുമ്പ് തൊടിയിടയിൽ അതിൽ കയറി. ഇല കുഞ്ഞുറുമ്പിനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി. അവൾ നാലുപാടും നോക്കി. മാനമുട്ടെ, ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പുഴയിൽ നീന്തി കളിക്കുന്ന മീനുകൾ. ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു. കൂട്ടുകാരെ, നിങ്ങൾ കഥ കേട്ടില്ലേ? ഇനി ഈ കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനുത്തരം ഈ കഥ മനസ്സിലാക്കി അതിൽ നിന്ന് എഴുതണം. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കുഞ്ഞുറുമ്പിൻ്റെ മോഹം എന്തായിരുന്നു കൂട്ടുകാരെ കുഞ്ഞുറുമ്പിൻ്റെ മോഹം? കാട്ടിലെ കാഴ്ചകൾ കാണണം എന്നായിരുന്നു കുഞ്ഞുറുമ്പിൻ്റെ മോഹം. ഈ കഥ കൂട്ടുകാർ നന്നായി മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്തത്, ഇലത്തുമ്പുകൾ ഇളകിയാടിയത് എപ്പോഴാണ് ഇലത്തുമ്പുകളൊക്കെ ഇളകിയാടിയത്? എപ്പോഴാ? ഇളം കാറ്റ് വീശിയപ്പോഴാണ് ഇലത്തുമ്പുകൾ ഇളകിയാടിയത്. അടുത്തത്, പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ് പുൽക്കൊടിയിൽ തിളങ്ങുന്നത്? മഞ്ഞുതുള്ളിയാണ് പുൽക്കൊടിയിൽ തിളങ്ങുന്നത്. ഇനി അടുത്തത്, പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടത് എങ്ങനെയാ കൂട്ടുകാരെ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടത്? ഒരു ഇല ഒഴുകി വരുന്നത് കണ്ടു. അപ്പോൾ കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി രക്ഷപ്പെട്ടു. ഇനി അടുത്തത്, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്താണ് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത്? കുഞ്ഞുറുമ്പ് കണ്ടത് എന്താ? മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് മലനിരകളാണ്. ഓക്കെ കൂട്ടുകാരെ, ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ തന്ന് ആ കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ കഥ മനസ്സിലാക്കി ആ കഥയിൽ നിന്ന് നമ്മൾ എടുത്തെഴുതണം. പ്രവർത്തനം 2. ഇനി കുഞ്ഞുറുമ്പ് പുഴയിലൂടങ്ങനെ യാത്രയായി. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ. കുഞ്ഞുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു. കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കുക. ചുരുങ്ങിയത് 5 വാക്യങ്ങൾ എഴുതണം. കണ്ടോ കൂട്ടുകാരെ, ഇവിടെ കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകൾ അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് നമ്മൾ കുഞ്ഞുറുമ്പ് കണ്ട കാഴ്ചകളായിട്ട് എഴുതുക? ഒന്നാമത്തെ, നമ്മുടെ കഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ നീന്തിക്കളിക്കുന്ന മീനുകൾ, വെള്ളം കുടിക്കാൻ വന്ന പശു, പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമര, പുല്ലു തിന്നുന്ന മുയൽ. ഇങ്ങനെ 5 വാക്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.